ഹലോ, നമുക്കൊരു കൽത്തപ്പം ഉണ്ടാക്കി നോക്കിയാലോ? അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് ചെറിയ ജീരകവും ഏലക്കായും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക. അരിയുടെ ഒപ്പത്തിന് നിൽക്കുന്ന രൂപത്തിൽ നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. അത് ഈ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. അപ്പോഴേക്കും നമുക്കൊരു പാനിൽ ശർക്കര ഉരുക്കിയെടുക്കാൻ വെക്കുക. അടുത്തൊരു കുക്കർ വെച്ചിട്ട് നമുക്കതിലേക്ക് അല്പം നെയ്യും വെളിച്ചെണ്ണയും ഒഴിച്ച് ചെറിയുള്ളിയും അതുപോലെ ചെറുതായി കുത്തിയരിഞ്ഞ തേങ്ങാക്കൊത്തും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴേക്ക് നമ്മുടെ ശർക്കര ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ചൂടോട് കൂടി തന്നെ ആ ശർക്കരപ്പാനി നമുക്ക് ആ ബാറ്ററിലേക്ക് ഒഴിച്ച് ഒപ്പം മിക്സ് ചെയ്യുകയും കൂടി ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ ചെറിയുള്ളി അതുപോലെ തേങ്ങാക്കൂത്ത് അവിടെ വാടി വന്നിട്ടുണ്ട്. നമ്മുടെ ബാറ്ററിലേക്ക് അല്പം ഉപ്പും അതുപോലെ കുറച്ച് അപ്പസോഡ ഇട്ടുകൊണ്ട് നന്നായി മിക്സാക്കി നല്ല ചൂടായ ആ കുക്കറിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് കുക്കർ അപ്പം തന്നെ അടച്ചു വെക്കുക. ഒരു 8 മിനിറ്റ് അതായത് പോലെ ആവി വരുമ്പോൾ നമുക്കത് ഓഫാക്കി 5-6 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കുമ്പോൾ ഈ ഒരു രൂപത്തിൽ കിട്ടും. ഇത് കരിഞ്ഞതല്ല കേട്ടോ, നമ്മുടെ തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും കൂടിയാണ് സൈഡിൽ പോയി നിൽക്കുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.